ഇനി നമ്മൾ ചെല്ലാനത്തേക്ക് പോകുന്നു. ചെല്ലാനത്ത് വലിയ പ്രതിഷേധം കണ്ടൊരു ദിവസം കൂടിയാണ്. ചെല്ലാനത്തെ വെള്ളക്കെട്ട് അല്ലെങ്കിൽ ചെല്ലാനത്തെ കടൽക്ഷോഭവും കടലാക്രമണം നമുക്ക് പുതിയ കാര്യമല്ല. കേരളം അത് കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായതുപോലും നമുക്ക് ഓർമ്മയില്ല. എല്ലാ വർഷങ്ങളും കേൾക്കുന്നതാണ്. ഇക്കുറിയും അത് ഒരുപക്ഷെ പോയ വർഷം മാത്രം അതിനൊരു ചെറിയ സമാധാനം ഉണ്ടായിരുന്നു. ഇക്കുറി വീണ്ടും അതിൻ്റെ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നു. കല്ലില്ലെങ്കിൽ കടലിലേക്ക് എന്ന വലിയ പ്രതിഷേധ മുദ്രാവാക്യം ഒക്കെ നമ്മളവിടെ കണ്ടു. ആൻ മരിയ ഒരുങ്ങണം വെച്ചിരുന്നു. അവിടുത്തെ പ്രശ്നങ്ങൾ, അവിടുത്തെ പ്രതിഷേധം നമ്മൾ കേരളം ആദ്യമായി കാണുന്നതല്ല. എല്ലാ വർഷവും എന്നോണം കൃത്യമായി തന്നെ കാണുന്നതാണ്. കൂടിയ പ്രതിഷേധം, കുറഞ്ഞ പ്രതിഷേധം എന്ന് മാത്രം. ഇന്ന് അവിടെ കണ്ട കാഴ്ച എന്താണ്? അവിടെ പ്രതിഷേധം തുടരുന്നുണ്ടോ? ഹാഷ്മി, തീർച്ചയായിട്ടും 2036 ദിവസങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഷേധമാണ്. അത് അതിന്റെ തീവ്രതയിലേക്ക്, അത് കടലിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകൾ കടലിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം ആ രീതിയിലേക്ക് വരുന്നത്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ അവിടെ ചെന്നപ്പോൾ മുതൽ കാണുന്ന കാഴ്ച അതിഭീകരമായിരുന്നു. വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം, നടക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. നല്ലൊരു റോഡ് പോലുമില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ടിൽ കഴിയുന്ന ആ ഒരു ചെല്ലാനം കണ്ടമാലി പ്രദേശവാസികളെ നമ്മൾ നേരിൽ കണ്ടതാണ്. ഇതിന് ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം അത് ലഭിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് കല്ലില്ലെങ്കിൽ കടലിലേക്ക് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ ഈ കടലിലേക്ക് ഇറങ്ങിയത്. മണിക്കൂറുകൾ കടലിനുള്ളിൽ നിന്നുകൊണ്ട് അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അത് അധികൃതരെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പരമാവധി അവർ ശ്രമിച്ചുകൊണ്ടായിരുന്നു അവർ ആ പ്രതിഷേധം മുന്നോട്ട് വെച്ചത്. അതിനുശേഷം മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിന് ഇപ്പോൾ ചെറിയൊരു അയവ് വന്നിട്ടുണ്ട്. പക്ഷേ അവർ അവരുടെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം ചെല്ലാനത്ത് അവർ ടെട്രാപോഡുകൾ നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പല ഭാഗത്ത് മാത്രം, അതായത് പകുതി ഭാഗത്ത് മാത്രമാണ് ഇപ്പോഴും നിർമ്മിച്ചിരിക്കുന്നത്. ബാക്കി ഭാഗങ്ങളിലേക്ക് ആ ഒരു നിർമ്മാണം പൂർത്തിയായിട്ടില്ല. നിർമ്മാണം ഘട്ടം ഘട്ടമായി നടക്കുന്നു എന്ന് പറയുമ്പോഴും അതിലെ നിർമ്മാണ ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി ലഭിക്കാത്തത് അതൊരു തടസ്സമായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്തതും പകുതി ഭാഗത്ത് മാത്രം ഇത് പൂർത്തിയാക്കിയിരിക്കുന്നതും ഈ കണ്ണമാലി ഭാഗത്തേക്കുള്ള ഈ കടലാക്രമണം ശക്തമാകുന്നതിനുള്ളൊരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇതിനോടകം തന്നെ പല വീടുകൾക്കും ഈ 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇനി കാലവർഷം കടുത്തിരിക്കുകയാണ്. ഇന്നു മുതൽ കാലവർഷം അതിതീവ്ര രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തീരദേശവാസികൾ, ഈ ചെല്ലാനം കണ്ണമാലി പ്രദേശത്തുള്ള ആളുകൾ അതീവ ഭയാനകമായിട്ടാണ് ജീവിക്കുന്നത്. അവർക്ക് എവിടെ പോകണമെന്ന് പോലും അറിയത്തില്ല എന്ന് പലപ്പോഴായി അവർ തന്നെ നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം അത് നൽകുന്നതിന് വേണ്ടിയിട്ട് അധികൃതർക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അതുതന്നെയാണ് നമ്മൾ അവിടെ കണ്ട കാഴ്ചയും. കാരണം 1-2 മണിക്കൂറല്ല, 3-4 മണിക്കൂർ നീണ്ടു നിന്ന പ്രതിഷേധമായിരുന്നു. പക്ഷേ ആ പ്രതിഷേധം നീണ്ടുപോയപ്പോഴും ഈ അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള ഒരു ഉറപ്പോ അല്ലെങ്കിൽ യാതൊരു പ്രതികരണമോ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് പകുതി ഭാഗത്തേക്ക് മാത്രം എന്നൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതിന് പോലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ഹാഷ്മി, മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ കാലവർഷം ആരംഭിച്ചതിനാൽ തന്നെ ഭൂതത്താൻകെട്ട് ബാരേജ് ഷട്ടറുകൾ ഇന്ന് തുറക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. ഘട്ടം ഘട്ടമായി ഉയർത്തി പെരിയാർ നദിയിലേക്ക് ഒഴുക്കിവിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെരിയാറിന്റെ ഇരുകരയിലുള്ളവരും മറ്റാവശ്യങ്ങൾക്കായി നദിയിലേക്ക് ഇറങ്ങുന്നവരും ജാഗ്രത പുലർത്തണമെന്നുള്ള ഒരു മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. ജില്ലയിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. ഹാഷ്മി, പല സ്ഥലങ്ങളിൽ ഇപ്പോഴും മഴയുണ്ടെന്ന് തോന്നുന്നു. മലപ്പുറത്ത് ഹെവി റെയിൻ എന്നൊരു പ്രക്ഷേപം പറയുന്നുണ്ട്. മറ്റു സ്ഥലങ്ങളിലും ചില സ്ഥലങ്ങളിലൊക്കെ മഴ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ രാവിലെ പെയ്ത ഒരുപക്ഷെ ഭീകരമായ മഴ ഒന്ന് മാറി നിൽക്കുന്നുണ്ട് ഈ സമയത്ത്. പക്ഷേ എങ്കിൽ കൂടി മാനം ഇങ്ങനെ ആകാശം ഇങ്ങനെ മേഘാവൃതമായി തന്നെ നിൽക്കുന്നുണ്ട്. രാത്രി ആകുമ്പോൾ മഴ തുടങ്ങും എന്ന് വേണം കരുതാൻ. കാരണം ഇന്ന് വരും ദിവസങ്ങളിലൊക്കെ കനത്ത മഴ എന്നുള്ളതാണ് കാലാവസ്ഥാ പ്രവചനം.